എവിടെ പോവാ നമ്മള്? അത്രയും മതിയോ? വേറെ ഒന്നും വേണ്ട? ഓക്കെ, അത്രയും മതിയോ? ഹായ് ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ ദിവസമാണ്. കാരണം ഇന്ന് എനിക്ക് ഒരു ഓഫർ കിട്ടിയേക്കാണ് ഡേ ടു ഡേ പോകാനായിട്ട്. നിനക്ക് വാങ്ങാനായിട്ടാണോ? നിനക്ക് വാങ്ങുന്നുണ്ട്. ഓക്കെ, സ്റ്റിക്കർ ആവശ്യക്ക് സ്ലൈമും മിനുക്കും സ്റ്റിക്കറും വാങ്ങണം. അതല്ലാണ്ട് എനിക്ക് എൻ്റെ ഒരു ഡേ ആണ് ഇന്ന്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഡേ ടു ഡേ പോകാനും എനിക്ക് 500 ദിർഹത്തിന് ഡ്രസ്സ് എടുക്കാനും ഉള്ള ഓഫറാണ് എനിക്ക് ഇന്ന് കിട്ടിയാക്കുന്നത്. അപ്പോൾ ഞാൻ എന്താ ഡേ ടു ഡേ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് 500 രൂപയല്ല, 500 ദിർഹത്തിന് എനിക്ക് ഡ്രസ്സ് വാങ്ങാനുള്ള മനസ്സൊന്നുമില്ല. അപ്പം ഞാനത് എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇനി ഡേ ടു ഡേ പോയിട്ട് ഡ്രസ്സിൻ്റെ കളക്ഷൻസ് കാണുമ്പോൾ ഞാൻ 500 ദിർഹത്തിന് കൂടുതൽ വാങ്ങുമോ എന്നാണ് എൻ്റെ ഒരു സംശയം. അപ്പോൾ അതിൻ്റെ ഒരു കൺഫ്യൂഷനിലും വാവച്ചി ഇന്ന് എൻ്റെ കൂടെ വരുന്നില്ല എന്നൊരു സന്തോഷത്തിലും ആണ് ഞാൻ. കാരണം വാവച്ചി വാവച്ചി ഇന്ന് ഞാൻ ഷോപ്പിങ്ങിന് പോകുമ്പോൾ വാവച്ചീനെ കൊണ്ടുപോകുന്നില്ല. വാവച്ചിക്ക് കൂടി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നാസ്റ്റിയനെ വാവച്ചിയുടെ അപ്പേൻ്റെ അടുത്ത് പാക്ക് ചെയ്ത് വിടും. അപ്പോൾ ഞാൻ തന്നെയാണ് ഡേ ടു ഡേ പോയി ഷോപ്പിംഗ് സമയം സ്പെൻഡ് ചെയ്തതും വാങ്ങുന്നതും. ഒരു കാര്യം പറയാൻ മറന്നുപോയി. എന്തേ? എത്ര മണിക്കൂറാണാവോ? എന്തിന് ഷോപ്പിംഗ്? സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല. അവിടെ നല്ല നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ഒരു 1 hour എടുക്കുമായിരിക്കും. ഇപ്പം കളക്ഷൻസ് തീരെ കുറവാണെങ്കിൽ ഞാൻ ചിലപ്പോൾ നിങ്ങളെ പെട്ടെന്ന് വിളിക്കും. പോകാൻ നമുക്ക് വേറെ സ്ഥലത്ത് പോയി വേറെ ഡേറ്റിൽ പോയി നമുക്ക് എടുക്കാണ്. അത് നമുക്ക് അവിടെ പോയിട്ട് അറിയുന്നതാണ്. ഡേ ടു ഡേ പോവാണെങ്കിൽ നമുക്ക് കുറേ ഡ്രസ്സ് എടുക്കാമല്ലോ. നിനക്ക് ഞാൻ വാങ്ങി തരാം, നീ പേടിക്കണ്ട. ഡേ ടു ഡേ പോവാണെങ്കിൽ നമുക്ക് കുറേ ഡ്രസ്സിന് കുറച്ച് രൂപയ്ക്ക് കുറേ ഡ്രസ്സ് വാങ്ങാം. ഇപ്പം H&M മറ്റേ ബ്രാൻഡ് സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് 1-2 എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് എനിക്കിങ്ങനെ ബ്രാൻഡ് ഡ്രസ്സ് വേണമെന്നൊന്നുമില്ല. എനിക്ക് നല്ല നല്ല ഡ്രസ്സ്, നല്ല ക്യൂട്ട്, നല്ല ക്വാളിറ്റി നോക്കി ഞാൻ വാങ്ങത്തുള്ളൂ. എന്നാലും കുറേ ഡ്രസ്സ് വാങ്ങാമല്ലോ. നമുക്ക് പറയാൻ പറ്റില്ല, അവിടെ എത്തിയിട്ട് നമുക്ക് നോക്കാം കേട്ടോ. അപ്പം ശരിക്കും സമയം ചോദിക്കുവാണെങ്കിൽ 1 മണിക്കൂർ ഓക്കെ ആണോ? ഓക്കെ. നീ അതിനിടയ്ക്ക് വാവച്ചിനെയും കൊണ്ട് വാവച്ചിക്ക് മറ്റേ സ്റ്റിക്കറൊക്കെ വാങ്ങുമ്പോൾ അവൾ ഒട്ടിച്ചോണ്ടിരുന്നോളൂ. ആദ്യമായിട്ടാണ് വാവച്ചിനെയും കൊണ്ട് ഞാൻ പോകാത്ത ഒരു സ്ഥലത്ത്. അതിന് എനിക്ക് വിഷമമുണ്ട്. സത്യം പറഞ്ഞാൽ വിഷമമല്ല, ഒരു സങ്കടം ഉണ്ടാവുമല്ലോ. രണ്ടും വിഷമവും സങ്കടമൊക്കെ ഒന്നാണല്ലോ. അതായത് ഡ്രസ്സ് എടുക്കാൻ പോകുള്ളൂ. അതുകൊണ്ട് വാവച്ചിനെ ഇങ്ങോട്ടുണ്ടെങ്കിൽ വാവച്ചി 2 അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴത്തേക്കും വാവച്ചി പറയും, മമ്മ ഞാൻ ടയേർഡായെന്ന് പറയും. അതിനൊക്കെ എന്നത് വാവച്ചിനെ കൊണ്ടുപോകാണ്ടിരിക്കുന്ന. അതാണ് വാവച്ചിനെ കൊണ്ടുപോകാത്ത. അല്ല വാവച്ചി? വാവച്ചി എത്തി നമ്മള്. വാങ്ങിച്ചോ? നീ സ്റ്റിക്കറാണോ വാങ്ങിച്ചത്? അവച്ചി സ്റ്റിക്കർ മാത്രം വാങ്ങിച്ചോളോ? ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട് സ്റ്റിക്കേഴ്സ്. സ്ലൈം കണ്ടോ? ദേ ഇരിക്കുന്നല്ലോ അവിടെ, ദൂരെ സ്ലൈം ആയിരിക്കുന്നത്. നോക്കതേ, സ്ലൈം സ്ലൈമാ. നോക്കതേ, സ്ലൈം ആയിട്ടുണ്ട്. ഇത് മതിയാ? ഹാപ്പി ആയാ? കൊണ്ടിടും. ഓ, പതുക്കിയിട്ട് പൊട്ടും. നോക്കട്ടെ, മിനുക്കാണോ നമ്മ? ഇത് മിനുക്കോ അല്ല, ഇത് മിനുക്കത്തിന്റെ സ്ലൈമാണിത്. സെപ്പറേറ്റ് കിട്ടുള്ളൂ നമുക്ക്. അത് അവക്കത് കാണണം. ഇത് മതി വാവച്ചി, ഇത് മിനുക്കത്തിന്റെ ഉണ്ട്. ഇത് അപ്പൊ നിനക്ക് സ്ലൈമും 2 മിനുക്കും കൂടെ ചേർത്തിട്ടാവും. ഇത് മതിയില്ലേ? എന്നാ കൊണ്ടിടും.
ഹാപ്പി ആയാ? അങ്ങനെ ഞങ്ങൾ വാവച്ചിക്ക് സ്ലൈമും സ്റ്റിക്കറും എല്ലാം വാങ്ങിച്ചിട്ട് വന്ന് വാവച്ചി അപ്പം തന്നെ വാവച്ചി വീട്ടിൽ പോകണമെന്ന്. എന്താണെന്ന് ചോദിച്ചാൽ വാവച്ചിക്ക് സ്ലൈമും സ്റ്റിക്കറൊക്കെ ഒട്ടിക്കണമെന്ന്. ഒരാളിവിടെ സ്റ്റിക്കർ ഒട്ടിക്കണം ഞാൻ കാണിച്ചു തരും. എവിടെയാണ്? നമ്മൾ ചായക്കടയിൽ വന്നിട്ടോ, ചായക്കടയിൽ വന്നിട്ട് ചായ കുടിക്കാൻ വന്നിട്ട് വാവച്ചിക്ക് സ്നാക്സ് ഒന്നും വേണ്ടെന്ന്, വാവച്ചിക്ക് സ്റ്റിക്കർ ഒട്ടിക്കണം. അപ്പോൾ അങ്ങനെ ഇവിടെ വന്നിട്ടുള്ള കലാപരിപാടിയാണിത്. അങ്ങനെ അവസാനം നമ്മൾ മെനു കാർഡിൽ വരെ സ്റ്റിക്കർ ഒട്ടിക്കാൻ പോവുകയാണ് അല്ലേ വാച്ചി? കയ്യിലൊട്ടി പോയോ ആവച്ചി? നമ്മൾ ചായ കുറേ നാളിന് ശേഷം ഞാൻ ചായ കുടിക്കാൻ പോകുന്നത്. ബാവച്ചി മമ്മ പോയിട്ടിരാം. ഓക്കെ, ബാവച്ചിക്ക് നമ്മളൊന്നും വേണ്ട. ഹായ് ബാവച്ചി, അമ്മ വന്നു. എങ്ങനെയുണ്ടായിരുന്നു? അടി, ഞാനത്ത് നീ എന്നെ മിസ് ചെയ്തില്ലേ? ഓ, എന്നെ അടുക്കുമെന്ന് വെച്ചു. ഞാൻ ഡേറ്റ് കൂടെ പോയി എനിക്ക് കുറെ ഷോപ്പിംഗ് ചെയ്തതാ. പക്ഷെ അവിടെ അത്ര കളക്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഡ്യൂട്ടിക്ക് പോയിന്ന് ഓർത്തോ? ഇതൊരു ഡ്യൂട്ടി തന്നെയാ.